Hello friends, welcome to channel 𝙑𝙗𝙙𝙯 channel സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു പരിചയപ്പെടാൻ പോകുന്നതും അതുപോലെ അൺബോക്സിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു RGB ട്യൂബ് ലൈറ്റ് ആണ് 20 വാട്ടിൻ്റെ. ഇത് ഹാലോണിക്സിൻ്റെ RGB ട്യൂബ് ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ഹാലോണിക്സിൻ്റെ കുറേ LED ബൾബ്സും കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വന്നേക്കുന്നത് ഒരു ട്യൂബ് ലൈറ്റ് ആണ്. ഇത് ഇവരുടെ പ്രിസം എന്ന് പറഞ്ഞൊരു മോഡലാണ്. പ്രിസം സ്മാർട്ട് LED ബാറ്റൺ ആണ്. നമുക്കിത് വൈഫൈ കൺട്രോൾ വെച്ചിട്ട് നമുക്ക് കളേഴ്സ് RGB ലൈറ്റാണ്. അപ്പോൾ കളേഴ്സ് ഇഷ്ടം പോലത്തെ RGB എല്ലാ കളേഴ്സും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. നമ്മുടെ LED ബൾബിൽ കണ്ടിട്ടില്ലേ, അതേ സ്റ്റൈലിൽ വരുന്ന ഒരു എന്താ പറയുക ട്യൂബ് ലൈറ്റാണ്. അപ്പോൾ നമുക്ക് ഞാൻ നോർമലി ഉപയോഗിക്കുന്നത് നമ്മുടെ സാധാ ട്യൂബ് ലൈറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ഇതും കൂടി സ്മാർട്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഫാനും AC ഒക്കെ സ്മാർട്ടാക്കി. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതും കൂടി സ്മാർട്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സ്മാർട്ടാക്കാനൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ബ്രൈറ്റ്നസ് കാര്യങ്ങളൊക്കെ കുറച്ചിടാം. അതേപോലെ കളേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ കളേഴ്സ് ആവശ്യമാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഒരു വാട്ടേജ് കുറയ്ക്കുകയും ചെയ്യാം. നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കുമ്പോൾ ഈ സ്മാർട്ട് ഡിവൈസിലൊക്കെ ശരിക്കും വാട്ടേജ് യൂസേജും കുറയും. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ ആറ്റംബർഗിൻ്റെ ഫാൻ BLDC മോട്ടർ വരുന്നത്. ഇപ്പോൾ ശരിക്കും അത് 28 വാട്ടോ മാക്സിമം 5 സ്പീഡിലിട്ടാലും വരുള്ളൂ. പക്ഷേ ഞാൻ ആക്ച്വലി ചിലപ്പോൾ നമ്മൾ രാത്രിയൊക്കെ AC ഇടുമ്പോൾ ആദ്യം പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാൻ കുറച്ച് നേരം ഇടണമല്ലോ. ശരിക്കും അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആക്ച്വലി ഒരു AC-യുടെ ഒരു പെർഫോമൻസിനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തത്. അപ്പോൾ അതിന് നമ്മളൊരു 2-3 ഇടാറ്. അപ്പോൾ ശരിക്കും അത് ആക്ച്വലി 10 വാട്ടിൻ്റെ താഴെ എടുക്കുള്ളൂ BLDC. അതുപോലത്തെ നമുക്കൊരു ഈ സ്മാർട്ട് ഡിവൈസും LED ഒക്കെ ആക്കുമ്പോൾ നമുക്ക് കറണ്ട് ചാർജ് കുറയ്ക്കാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പക്ഷേ നിങ്ങൾക്കറിയാം ഇപ്പോൾ നല്ല കറണ്ട് ചാർജിൻ്റെ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് അൺബോക്സ് ചെയ്യണം. അതുപോലെ ഇത് നമുക്ക് കത്തിച്ചും കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും എൻ്റെ മെയിനായിട്ട് നമ്മുടെ റൂമിൽ വയ്ക്കാനുള്ള തീരുമാനത്തിലാണ്. എന്ന് വെച്ചാൽ വൈഫൈ കൺട്രോൾഡാണ്. ഇവരൊരു ആപ്പ് ഉണ്ട്, ഹാലോണിക്സിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കാര്യങ്ങളൊക്കെ പറ്റും. നമ്മളിതിന് മുമ്പ് ഹാലോണിക്സിൻ്റെ ആപ്പിൻ്റെ കാര്യങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ബൾബിൻ്റെ ബ്ലൂടൂത്ത് ബൾബ്, അതുപോലെ സ്മാർട്ട് LED ബൾബ്, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും കാണാത്തവർ കാണാം. എന്തായാലും ഞാൻ മുകളിൽ കൊടുക്കാം. അപ്പോൾ നമുക്കിത് അൺബോക്സിങ് ചെയ്യാം. എന്തായാലും നമുക്കിത് ഡയറക്റ്റ് നമുക്ക് ഇവിടെ വെച്ചാൽ അൺബോക്സ് ചെയ്യാന്ന് വെച്ചാൽ വലിയ സാധനമാണ്. നമ്മുടെ മേശയും വെച്ച് അൺബോക്സിങ് വീഡിയോ അടുത്ത് വെച്ച് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അടുത്ത് വെച്ചാൽ നമ്മുടെ ഇതിൻ്റെ ബോക്സ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്നൊരു സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലൂടെ തന്നെ ഒന്ന് ചെക്കൗട്ട് നോക്കി നോക്കട്ടെ. പിന്നെ നമ്മുടെ ആമസോണിൽ നമ്മുടെ സ്റ്റോറും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഫ്ലുവൻസർ സ്റ്റോർ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ നമ്മളൊരു ഹോം പേജ് പോലെ നമ്മുടെ amazon.com/shop. നമ്മുടെ ചാനലിൻ്റെ പേരായിട്ടുള്ളൊരു ഞാൻ എന്തായാലും URL ഇവിടെ കൊടുക്കാം, താഴെയും കൊടുക്കാം. ഒന്ന് ചെക്കൗട്ട് നോക്കി നോക്കട്ടെ. നമുക്ക് എന്തായാലും അടുത്ത് നമുക്കൊന്ന് കാണാം. ഞാൻ എന്തായാലും അടുത്ത് വെച്ച് കാണിച്ചു തരാം. അത് അങ്ങനെയല്ലേ, ഇത് 20 വാട്ട് തന്നെയാണ്. അത് കൂടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പിന്നെ ബോക്സിൽ നിറച്ച് കളറായിട്ട് കാണാൻ പറ്റുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഫുൾ ഇത് RGB മോഡലാണ്. അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു വർക്ക്സ് വിത്ത് അലക്സാന്ന് എഴുതിയിട്ടുണ്ട്. ആമസോൺ അലക്സയിൽ നമുക്കിത് വർക്ക് ചെയ്യും. പ്രിസം സ്മാർട്ട് ബാറ്റൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഹാലോണിക്സ് പ്രൈം എന്ന് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. പ്രൈസിങ് ഡീറ്റെയിൽസ് ഞാൻ നോക്കിയിട്ടൊന്നും പറഞ്ഞുതരാം. 2900 രൂപയ്ക്കാണ് പ്രൈസ് കൊടുത്തേക്കുന്നത് MRP ഒക്കെ. പക്ഷേ ബൈയിങ് പ്രൈസ് 1000, 1050, 1100 ആ റേഞ്ചിലൊക്കെ വരുന്നുള്ളൂ. 20 വാട്ടിനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ലൂമിൻ 2000 LM ആണ് വരുന്നത്, ലൂമിൻ വരുന്നത്. അതുപോലെ കസ്റ്റമർ കെയറൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഇതിൻ്റെ അവർ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൽ നോ മെർക്കുറി, നോ IR, നോ UV എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വർക്ക് വിത്ത് ഗൂഗിൾ ഹോം, ആമസോൺ അലക്സ രണ്ടിലും വർക്ക് ചെയ്യും. ഡൗൺലോഡ് ഹാലോണിക്സ് ആപ്പ് ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോറും ആപ്പിൾ സ്റ്റോറിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിലും വർക്ക് ചെയ്യുന്നതാണ്. നമുക്ക് ആൻഡ്രോയിഡിലും iOS-ലും വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് അൺബോക്സിങ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ നമുക്ക് വലിയ ഇപ്പോൾ കാര്യമായിട്ട് പ്രത്യേകിച്ച് എക്സ്പെക്ട് ചെയ്യാനൊന്നുമില്ല. ജസ്റ്റ് ട്യൂബ് മാത്രമേ ഉണ്ടാവുള്ളൂ. ട്യൂബ് നമ്മുടെ ഫിക്സിങ് കാര്യങ്ങളുണ്ടാവും. ഇത് നമുക്ക് ഒരു കണക്ടർ സാധനം തന്നിട്ടുണ്ട്. നമുക്കിതിന് കറക്റ്റായിട്ട് എന്താ പറയുക, എന്താ പറയുക, നമ്മൾ ടാഗ് ചെയ്ത് വയ്ക്കില്ലേ, അതുപോലെ. പിന്നെ നമുക്ക് മൗണ്ടിൻ്റെ സ്ക്രൂ തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കാം. വലിയ ട്യൂബാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഹാർഡ് പ്ലാസ്റ്റിക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ട്യൂബിൻ്റെ ഇപ്പോൾ ട്യൂബ് നിങ്ങൾക്ക് കാണാനൊന്നുമില്ല വല്ല, പക്ഷേ നല്ല ക്വാളിറ്റി ട്യൂബാണ് കേട്ടോ. നമ്മുടെ നോർമലി കിട്ടുന്ന ട്യൂബിനായിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെയൊക്കെ മെറ്റാലിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. വയറ് കുറച്ച് ചെറുതാണ്. പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് യൂസർ മാനുവൽ എന്തൊക്കെയുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു യൂസർ മാനുവൽ നമുക്ക് ഇതിൽ തന്നിട്ടുണ്ട്. ഹാലോണിക്സിൻ്റെ തന്നെ ഒരു യൂസർ മാനുവൽ തന്നിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, എങ്ങനെ ശമ്പളം ചെയ്യേണ്ടതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മുടെ ഫോണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ട്യൂബ് നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് തരും. അത് കാരണം ഞാൻ കുറച്ച് വേർത്തേക്ക് എന്താ വെച്ചാൽ നല്ല ചൂടാണല്ലോ, നമ്മൾ ഫാനൊക്കെ നിർത്തിയിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ഞാൻ ആക്ച്വലി ട്യൂബ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഹാലോണിക്സ് സ്മാർട്ട് എന്ന് പറഞ്ഞൊരു വൈഫൈ എന്ന് പറഞ്ഞൊരു ആപ്പ് ഞാനിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്കിത് ഇതിൽ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്യണം ആദ്യം നമുക്ക്. അപ്പോൾ ഞാൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ആഡ് ചെയ്യാൻ ഇങ്ങനൊരു പെയറിംഗ് മോഡിലേക്ക് പോകണം. നമുക്ക് സ്വിച്ച് അമർത്തിയിട്ട് അത് ഞാൻ ഓൾറെഡി പറഞ്ഞുതരാം. നമ്മളെന്തായാലും ഇത് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി തിരിച്ചു വരാം കേട്ടോ.
അപ്പോൾ നമ്മൾ നമ്മുടെ ആപ്പിൽ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ബ്ലൂ സ്ക്രീൻ കണ്ടായിരിക്കും. അപ്പോൾ ഞാനിത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് നമ്മുടെ മെയിൻ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കൺട്രോൾ ചെയ്ത് ഞാൻ കാണിച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ നമ്മുടെ മെയിനായിട്ടുള്ള വീഡിയോയുടെ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നല്ല ഡാർക്കായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ കണ്ടു, നമുക്ക് ഇങ്ങനെ ഒരു ആപ്പിൽ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ കണ്ടു, ഇതമർത്തി കഴിഞ്ഞാൽ ഓണായി. കണ്ടു, ലൈറ്റ് ഒന്ന് ഓണായി. ഇതിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ബ്രൈറ്റ്നസ് ഇതാ കുറച്ചു കൂട്ടി, കണ്ടോ, കൺട്രോൾ ചെയ്യാം. നല്ല ഈസി ആയിട്ട് സുഖമായിട്ട് വർക്ക് ഉണ്ട്. നമുക്ക് കളർ ഓപ്ഷൻ മുകളിൽ വേറെ കളർ ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ റെഡായി. നിങ്ങൾക്ക് ഞാൻ മുകളിലേക്ക് ഞാൻ നമ്മുടെ ക്യാമറ കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. ഞാൻ എന്തായാലും ക്യാമറ മുകളിലേക്ക് ആക്കാട്ടോ. എന്താ ഇതിൽ ഞാൻ ഇപ്പോൾ കളർ ചേഞ്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കളർ മാറും. എന്താ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബ്രൈറ്റ്നസ് തന്നെ കൺട്രോൾ ചെയ്യാം, കുറച്ചിടാം. വേണമെങ്കിൽ ബെഡ് ലൈറ്റായിട്ട് ഉപയോഗിക്കാം. നല്ലൊരു കാര്യം തന്നെയാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. പിന്നെ നമുക്ക് സീൻ മോഡ് ഓൾറെഡി ഇൻബിൽഡ് സെറ്റ് സീൻ മോഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് റീഡ് മോഡിന് റീഡ്, നോർമൽ, വർക്കിംഗ്, അതേപോലെ ലെഷർ, അങ്ങനെ കുറേ മോഡ് വരുന്നുണ്ട്. സോഫ്റ്റ്, ഒരു പച്ച കളറായിട്ട് കളർഫുൾ മോഡ് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം, സർവീസൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നമുക്ക് ക്യാമറ താഴ്ത്താം. അപ്പോൾ ഇതുണ്ട്, നമ്മളെ കളർ തന്നെ ഓട്ടോമാറ്റിക്കലി കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടായിരിക്കും തന്നെ കളർ ചേഞ്ച് ആവണം, എൻ്റെ കയ്യിലൊന്നുമില്ല, ഓട്ടോമാറ്റിക്കലി കളർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടോ. അതൊരു നല്ല പരിപാടി, എനിക്ക് അത് ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ ലൈറ്റ്സ് ഓൺ ആക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് പറയാനുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ ലൈറ്റ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമുക്ക് ഇങ്ങനെ പെയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ പെയർ ചെയ്തിരിക്കുന്നത് നമുക്ക് നമ്മളാദ്യം നോർമലി നമ്മുടെ ട്യൂബ് ലൈറ്റ് ഫിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് കൂട്ടിക്കാം. നമ്മുടെ ട്യൂബ് കണക്ട് ചെയ്യുന്ന പോലെ തന്നെ രണ്ട് വയർ നമ്മൾ തന്നെ കണക്ട് ചെയ്താൽ മതി. നമുക്ക് വേറെ ആളുടെ ഹെൽപ്പൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു കണക്ടറും അതുപോലെ ഇങ്ങനത്തെ ഒരു സ്ക്രൂവും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കണക്ടർ കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ച് വലിയ ടൈപ്പ് കണക്ടർ, നമ്മുടെ നോർമൽ LED ട്യൂബിൻ്റെ കണക്ടറിൽ അത് ഫിറ്റ് ആവില്ല. എന്ന് വെച്ചാൽ കുറച്ച് വലിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണക്ടറാണ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അങ്ങനത്തെ ഒരു സംഭവമാണ്, ഒരു കപ്പ് പോലത്തെ അതിൻ്റെ ഉള്ളിൽ കയറി വെക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കണക്ഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ ലൈറ്റ് ഇടുമ്പോൾ നോർമൽ നമ്മുടെ ലൈറ്റ് കത്തും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പെയറിംഗ് മോഡിലേക്ക് പോകുന്നത് വെച്ചാൽ നമ്മൾ ആദ്യം ഓഫ് ചെയ്യുക. 15 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒരു ഓൺ ചെയ്യുക, ഓഫ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അത് പെയറിംഗ് മോഡിൽ കയറിയാൽ മതി. അപ്പോൾ നിങ്ങൾ നമ്മുടെ ആഡ് ഡിവൈസിൽ പോയിട്ട് നിങ്ങൾക്ക് ആപ്പിൽ മുകളിൽ കാണാൻ പറ്റും ഒരു എന്താ പറയുക, ഒരു പ്ലസ് സൈൻ. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ബൾബ്സിൻ്റെ ബ്ലൂടൂത്ത് വൈഫൈ എന്നൊക്കെ കഴിഞ്ഞ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ വൈഫൈ സെലക്ട് ചെയ്യുക. ഓട്ടോമാറ്റിക് സംഭവം നമ്മുടെ വൈഫൈ പാസ്വേഡ്, നമ്മുടെ വൈഫൈ വേണം കേട്ടോ. നമുക്ക് വൈഫൈ ഇൻബിൽഡ് വീട്ടിൽ വേണം. പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ട്യൂബിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കും. അത്രേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇതുപോലത്തെ ഒരു ഇൻ്റർഫേസ് പിന്നെ ഹോം പേജ് ആയിട്ട് ഇതിങ്ങനെ വരും. ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടായിരിക്കും. ഇവിടെ ഓൾറെഡി Halonix Prizm Wi-Fi Batten ആഡ് ചെയ്യുന്നവർ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഓട്ടോമേഷൻ ഫീച്ചറായിട്ടുള്ള നമുക്ക് ഈ ഗൂഗിളിൻ്റെ ആയിട്ട് പെയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ആപ്പ് കുഴപ്പമില്ല, നല്ല ആപ്പാണ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ് ഉണ്ട്. നമുക്ക് ഓൺ ഓഫ് ബട്ടൺ ഇവിടെ കാണുന്നുണ്ട്. അതേപോലെ ബ്രൈറ്റ്നസ് മോഡ് കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ഉള്ളിൽ കയറി നോക്കി നോക്കാം. പിന്നെ ഉള്ളിൽ കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു മോഡ് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം. ഇവിടെ വൈറ്റ് കളർ, ഇതിപ്പോൾ വൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കളർ മാറണത് മുകളിലൊരു കളർ ഡിഫറൻസ് അറിയണമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ലൈറ്റ് നല്ല പവർഫുൾ ലൈറ്റ്, അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്ക് ഇഫക്റ്റ് ഒന്നും കിട്ടാത്തത്. അപ്പോൾ എനിക്ക് നമുക്ക് എന്തായാലും എന്താ വെച്ചാൽ നമുക്ക് ഇത് 20 വാട്ട് തന്നെയാണ്. നമുക്ക് ബ്രൈറ്റ്നസ് കുറച്ച് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും വാട്ടേജ് ഭയങ്കര ഒരു 3 വാട്ട് 4 വാട്ടിൻ്റെ ഒക്കെ ആ റേഞ്ചിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് രാത്രി വേണമെങ്കിൽ ബെഡ് ലൈറ്റായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട് എനിക്ക്. അപ്പോൾ ഇത് നമുക്ക് എക്സ്ട്രാ വേറെ ബെഡ് ലൈറ്റ് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. പോരാത്തതിന് നമുക്ക് വേണമെങ്കിൽ കളർ മാറ്റിയിടാം. നമ്മുടെ സീറോ ബൾബ് പോലെ കളർ മാറ്റിയിട്ട് ഇഷ്ടമുള്ള കളറിലിടും ചെയ്യാം. അതുപോലെ നമുക്ക് വീഡിയോ എടുക്കുന്നവർക്കാണെങ്കിൽ വീഡിയോയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് പോലും വെക്കാം. അപ്പോൾ വലിയ പ്രൈസ് വരുന്നില്ല. വലിയ നോർമൽ ട്യൂബായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയ പ്രൈസ് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നോർമൽ നമ്മുടെ ഫിലിപ്സിൻ്റെ ഒക്കെ സ്മാർട്ട് ട്യൂബായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 500 രൂപയൊക്കെ കുറവാണ്. 1500 1600 രൂപയ്ക്കാണ് ഫിലിപ്സിൻ്റെ ഓൺലൈനിൽ തന്നെ പ്രൈസ് വരുന്നത്. ഇതിന് നമുക്ക് ശരിക്കും 1050 സംതിങ് റേഞ്ച് വരുന്നുള്ളൂ. എന്തായാലും ഞാൻ ബെസ്റ്റ് ബൈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലാണ്. താല്പര്യമായിട്ട് പോയി നോക്കാം. Halonix ഒരു ഇന്ത്യൻ ബ്രാൻഡ് തന്നെയാണ്. ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. കുറേ കാലമായിട്ടുള്ള ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് എന്തായാലും ഇവരുടെ LED ലൈറ്റും ബ്ലൂടൂത്ത് സ്പീക്കറുള്ള ബൾബും അങ്ങനത്തെ കുറേ സംഭവം നമ്മൾ ഓൾറെഡി മുമ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ Halonixൻ്റെ ബൾബ് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ LED ബൾബിന് വാറണ്ടിയും കാര്യങ്ങളൊക്കെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനുണ്ട്. 1 ഇയർ ആണെന്ന് തോന്നുന്നുണ്ട്, കറക്റ്റ് ഞാൻ നോക്കിയില്ല. ഇത് നമുക്ക് പിന്നെ ആമസോൺ, അലക്സ, അതേപോലെ ഗൂഗിളിനൊക്കെ ആയിട്ട് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാം.
സ്മാർട്ട് ഡിവൈസാണ്. പിന്നെ ISO 9001 കമ്പനിക്കാണ്. വാറണ്ടി നമ്മുടെ നോർമൽ ട്യൂബിൻ്റെ വാറണ്ടി തന്നെയാണ്. ഇത് ഞാൻ ചെക്ക് ചെയ്തില്ല, മെൻഷൻ ചെയ്തില്ല. 2 ഇയർ ആണോ 1 ഇയർ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിലിടാം നോക്കിയിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്രൊഡക്റ്റ് ഒരു സ്മാർട്ട് RGB ഒരു ട്യൂബ്ലൈറ്റ് ആയിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡ്റൂമൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ സൂപ്പറാണ് കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനത്തെ കളർ മോഡ്, ഇത് ഓട്ടോമാറ്റിക് കളർ മോഡ് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ സംഭവം. ഞാൻ ബ്രൈറ്റ്നസ് കുറച്ചിട്ട് ഇങ്ങനെ ഇട്ടിക്കുക. അപ്പോൾ രാത്രിക്കാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. നമ്മുടെ ഈ മെയിൻ ഇത് വരുന്ന കാരണം നമുക്ക് എൻ്റെ റൂമിലേക്ക് ശരിക്കും അത്ര സൺലൈറ്റ് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഈ മെയിൻ ലൈറ്റ് ഇല്ലാണ്ട് നമുക്ക് ഈ വീഡിയോ ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് പ്രോബ്ലം. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് പോകുമ്പോഴേക്കൊന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ആവശ്യമുള്ളവർക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. ബെസ്റ്റ് ബൈ ലിങ്ക് വരും. ആമസോൺ തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.